ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു വണ്ടിയാണ് അത്. 3 സീരീസ് 3 സീരീസ് അല്ല, റേഞ്ച് റോവറാണ്. ഓക്കെ. അപ്പം ഇത് പുറത്ത് പറയുമ്പോൾ എല്ലാവരും പറയും ഓ ചാടാൻ പറ്റത്. അത് ഇതങ്ങനെ ഞാൻ വണ്ടി വാങ്ങിക്കുന്നത് ഭയങ്കര ആഗ്രഹിച്ച് പിന്നെ പൈസയൊക്കെ കൂട്ടി വെച്ച് പ്ലാൻ ചെയ്ത് ഒക്കെ എൻ്റെ ഒരു വണ്ടി എടുക്കുന്നതിന് പുറകിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോട്ട് പ്രോസസ്സും ഉറങ്ങാത്ത രാത്രികളും എനിക്കും എൻ്റെ മോനും കേട്ടോ. പപ്പാ ഡെലിവറി നമുക്ക് അങ്ങനെ ഉള്ളൊരു ഇതാണ്. ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് ആ വണ്ടി വാങ്ങിച്ചത്. 8 മാസം മാത്രമേ എനിക്ക് ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് പോയിട്ട് ഇടിച്ചു എന്നാൽ വണ്ടി ടോട്ടൽ ലോസായി. അപ്പോൾ ഞാൻ ആകെ തകർന്ന് തരിപ്പണായിട്ട് ആ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ആ വണ്ടിയുടെ ഫ്രണ്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ കയറി വന്നതാണ് ഓപ്പോസിറ്റ്. അപ്പം ഞാൻ വെട്ടിക്കല്ലാതെ വേറെ നിർത്തി. ഒന്നുകിൽ നേരെ പോയി ഇടിക്കുക അല്ലെങ്കിൽ അതിൽ വേദം മാറ്റുന്നതാണല്ലോ. അപ്പം അങ്ങനെ വെട്ടിച്ചപ്പോൾ ഒരു സൈഡിലുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റും മറ്റേ മതിലും എല്ലാം കൂടെ തീരുമാനമായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ടയറ് പൊട്ടിയിരിക്കുന്നു, എയർ ബാഗ്സ് ഒക്കെ വന്നിരിക്കുന്നു. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. അന്ന് ഡ്രൈവ് തന്നെയായിരുന്നു. തന്നെയായിരുന്നു. അപ്പം ഈ എയർ ബാഗിൻ്റെ ഒരു പുറത്തു വന്നു കഴിഞ്ഞൊരു മണമൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാനതിൽ നിന്ന് ഇറങ്ങിയ ആളുകളൊക്കെ എന്തെങ്കിലും പറ്റിയോ എനിക്കൊന്നും പറ്റിയോ. എൻ്റെ ജസ്റ്റ് ഈ ഒരു ആ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ജീവനോടുള്ളത്. വണ്ടി സേവ്ഡ് യു എന്ന് പറയാം. വണ്ടി സേവ്ഡ് മീ, ആബ്സല്യൂട്ട്ലി. എന്നിട്ട് പുറത്തുനിന്ന് ഞാനിതിങ്ങനെ നോക്കിയിട്ട് തകർന്ന് നിൽക്കാൻ. അപ്പോൾ ദുബായിലുള്ള ആരോ ഒരാൾ ജീവ ഏതോ ഷൂട്ടിൽ നിൽക്കുക, തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഏതോ ഷൂട്ടിൽ, ഇൻഫോ പാർക്ക് റോഡിലുണ്ട്. അപ്പം ദുബായിലുള്ള ആരോ ജീവയെ വിളിച്ചിട്ട് പറഞ്ഞു ഷാനക്കയുടെ വണ്ടി ഹോട്ടലിൻ്റെ അടുത്ത് ഇടിച്ച് കിടപ്പുണ്ടെന്ന്. അപ്പം ആ ഒരു എമർജൻസിയിൽ നമ്മളോടൊരാൾ സംസാരിക്കുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് എന്താ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ടെൻഷനാവും. ഇത് ഇവൻ എന്നെ വിളിച്ച് ഭയങ്കര കാമായിട്ട് വല്ലതും പറ്റിയോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ വണ്ടി അത് പോട്ടെ, നിങ്ങൾക്കൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റില്ല, ഞാൻ എന്താ വരുന്നു അവിടെ നിൽക്കുന്നത്. ആക്ച്വലി ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര കാമായി. ഞാൻ ആ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ നിലത്തിങ്ങനെ ഇരിക്കുക, തറയിൽ എൻ്റെ വണ്ടി നോക്കി ഞാനിങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവൻ വന്നു. അപ്പോൾ ഞാനിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ കാണുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് എന്നെ നേരെ വണ്ടി കയറ്റി തൊട്ടടുത്തുള്ള എൻ്റെ സ്റ്റുഡിയോ, ഞാൻ രാത്രി സ്റ്റുഡിയോയിലേക്ക് പോയായിരുന്നു. എന്നെ നേരെ സ്റ്റുഡിയോയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പറഞ്ഞു അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളിവിടെ എത്തുന്നത്. അവൻ ആ റോഡ് സൈഡ് രാത്രി 2 മണി 2:30 വരെ നിന്നിട്ട് ഒരു ക്രെയിൻ വിളിച്ച് അത് കാരണം വണ്ടി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല, പൊട്ടി പണ്ടാരടങ്ങി. അങ്ങനെ ക്രെയിനിലെടുത്ത് കൊണ്ടുപോയി. അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചത്. ഞാൻ 8 months old ആയിരുന്നു. 8 months old. യെസ്, ഇതൊക്കെ ലൈഫിലെ ഓരോ പരിപാടികളാണ് അല്ലേ, അൺഎക്സ്പെക്ടഡ് പരിപാടി. അതിനുശേഷം പിന്നെ വണ്ടിയുള്ള പൈസ ചിലവാക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. ആണോ? അതിനുശേഷം ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് അങ്ങനെ തോന്നിയല്ലേ? അല്ല, ഞാൻ ഒരുപാട് എൻ്റെ വൈഫിൻ്റെയും ഫാമിലിയുടെ ഒക്കെ ഏറ്റവും വലിയ ഒരു കംപ്ലയിൻറ്റ് ഇതാണ്. ഞാൻ വണ്ടികളിൽ ഒരുപാട് അത് ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ കാണിക്കാനോ ഇതൊന്നുമല്ല, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് ഹാപ്പിനെസ്. ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് ഈ വണ്ടികൾ എന്നൊക്കെ പറയുന്നത്. അതൊരു പ്രത്യേക ഒരു അടുപ്പാണ്. അത് പലർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഈവൻ നമ്മുടെ ഫസ്റ്റ് മാരുതി 800 വരെ ഭയങ്കര സ്നേഹവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലൈഫിലാണ് ആദ്യമായിട്ടൊരു ഒരു ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതും ഈ വണ്ടിക്ക് സംഭവിച്ചപ്പോഴൊക്കെ ഇത്രയും ആഗ്രഹിച്ച് കുറേ ഡേയ്സ് ആൻഡ് മന്ത്സ് പ്ലാൻ ചെയ്തൊരു വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ജീവയ്ക്കൊരു താങ്ക്സ് ഞങ്ങൾ കൊടുക്കുക. അതെ അല്ലേ അളിയാ, വൈകിട്ട് കാണാം. ചില കയറ്റത്തിൽ നിന്നാൽ മതി. ഷാനക്കയെ കാണുമ്പോൾ നമ്മൾ അടുത്ത ഏതാണ് പടം എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. കാരണം നമ്മൾക്കറിയാം ഒരുപാട് പാട്ടുകൾ, നല്ല നല്ല സംഭവങ്ങൾ ഓൾറെഡി ഉണ്ട്. അത് എണ്ണം എടുത്ത് പറയേണ്ട ഒരു ആവശ്യകത ഇല്ലതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പക്ഷെ എങ്കിലും എടുത്ത് പറയേണ്ട ഒരു മൂവിയെ പറ്റി ഞാൻ തീർച്ചയായിട്ടും പറയേണ്ടതാണ്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന മൂവി. യാദൃശികമായിട്ട് ഞാൻ അതിലെ പാട്ടൊന്ന് കേട്ടോ. അതാണ് എനിക്കൊന്നും അതാരും അത് വന്നിട്ടില്ല സംഭവം. പക്ഷേ ഐ ഹേർഡ് ദ സോങ്, ദ മ്യൂസിക് വാസ് അമേസിങ്. ആ ഒരു റൊമാൻറ്റിക് പരിപാടിയാണ് ആ സോങ് ആണ്. ദാറ്റ് മെലഡി ട്രാക്ക് ആണ് കേട്ടത്. ഫയർ
ഇറ്റ്സ് ബ്രില്യന്റ്. ഓ താങ്ക് യു. അയ്യോ എനിക്കൊന്ന് ഫസ്റ്റ് നമ്മുടെ എനിക്കൊന്ന് കൊത്ത ടീമിലല്ലാത്ത ഒരാള്, കൊത്ത ടീം എന്റെ ഫാമിലി അല്ലാത്ത ഒരാള് ആദ്യമായിട്ടാണ്. അയ്യോ ഇത് ഭയങ്കര റിലീഫ് ആട്ടോ. ഇന്നലെ അത് പറഞ്ഞത് അമേസിംഗ് മ്യൂസിക്. നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് എത്ര കേട്ടാലും മടുക്കാത്ത ഒരു സോങ്. പിന്നെ അതിന്റെ വിഷ്വലും നമ്മൾ കണ്ടിട്ടില്ല, അതും കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അടിപൊളി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സിനിമ. വളരെ പ്രിയപ്പെട്ട ആളുകളാണ്. ദുൽഖർ ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ഒക്കെ വളരെ ജോവിയൽ എന്നുള്ള എൻ്റെ ഫ്രണ്ട്സാണ് എന്ന് പറയാം. അഭിയൊക്കെ ഞാൻ ദുൽഖറിനെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ അഭിയെ ഞാൻ ഈ ഒരു മൂവിയുടെ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. ഭയങ്കര രസമാണ് അഭിയുടെ കൂടെ വർക്ക് ചെയ്യാനും. ഒരു എന്താ പറയുക, ജോഷി സാറിൻ്റെ മോനാണെന്നോ അങ്ങനെയുള്ള ഒരു എയറും ഇല്ലാത്ത ഒരു ദുൽഖറിനെ പോലുള്ള ഒരു മനുഷ്യൻ. ആ സെയിം ഒരു കാർ എന്തൂസിയാസ് ഒക്കെ ആണെന്ന്. അതെ അതെ അതാണ്. അപ്പം സംസാരവും കാര്യങ്ങളും നമ്മളിടയ്ക്ക് ഞാൻ എൻ്റെ വണ്ടി റാപ്പ് ചെയ്ത സമയത്തൊക്കെ ഇവർക്കൊക്കെ അയച്ചെടുത്ത് അടിയാ പൊളി അടിയാ ടാറ്റാ. അപ്പൊ അങ്ങനെയുള്ള കോൺവെർസേഷൻ ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഏതൊരു സീനിൽ എനിക്കൊന്ന് അഭിലാഷ് തന്നെ വണ്ടി ഓടിച്ചോണ്ട് പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അഭി അതും ചെയ്തിട്ടുണ്ടാവും. അപ്പം കിങ് ഓഫ് കൊത്ത ലൈക്ക് ആ ഒരു കപ്പ് ഏറ്റു വാങ്ങിയ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ലൈക്ക് കിങ് ഓഫ് കൊത്ത ആക്ച്വലി ദുൽഖറാണ് എൻ്റെ പേര് അബിയുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അബിയോട് പറഞ്ഞു അതിൽ ടെയിൽ എൻഡിലൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഒരു പാട്ട് ചെയ്യാനാണ് ദുൽഖർ എന്നെ വിളിക്കുന്നത്. ദുൽഖർ അബിയോട് പറയുന്നത് ഈ സിറ്റുവേഷൻ നമുക്ക് ഷാനിനെ കൊണ്ട് ജയിക്കുന്നത്. അപ്പോൾ അബി എന്നെ വിളിച്ചിട്ട് വെച്ചേടോ ഈ ഒരു പാട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബിക്കോസ് അബി ഹാസ് നെവർ വർക്ക് വിത്ത് മീ ഓൾസോ. അപ്പം ഞാൻ പറഞ്ഞോ ജെയ്ക്സും ഞാനൊക്കെ ഒരുമിച്ച് ഫീൽഡിൽ വന്നു വളർന്നൊക്കെ ഒരുമിച്ച് നമ്മൾ ഒന്നിച്ച് ആൽബംസ് ഒക്കെ ചെയ്ത് തുടങ്ങിയതാണ്. എനിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. ഒരു പാട്ട് ഈ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയല്ലോ, ഞാൻ അതിനെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. അങ്ങനെ ആ ഒരു പാട്ട് ഞാൻ ചെയ്തു കൊടുത്തു. ആ ഒരു പാട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പം അബി എന്നോട് പറഞ്ഞു എടോ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, ഇപ്പം എനിക്ക് സംഭവം കേട്ട ട്രാക്ക് ഇങ്ങനെ റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, അത് താനൊന്ന് ട്രൈ ചെയ്യുന്നോന്ന് ചോദിച്ചു. നമ്മൾ ട്രൈ ചെയ്തു, അത് ഓക്കെ. പിന്നെ എന്നോട് എടോ ഇങ്ങനെ ഒരു ട്രാക്ക് കൂടെ ഉണ്ട്, അത് താൻ ചെയ്യുന്നോ? ഞങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ അത് ഓക്കെ. എന്നിട്ട് എന്നോട് ഒരു മതി മതി മതി. പക്ഷേ ഇതിപ്പം തീർച്ചയായിട്ടും നിലവിൽ പാടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പാടി ഇതിന് മുമ്പ് ഞങ്ങൾക്ക് പാടി തന്നു, അത് വേറെ കാര്യം. ഈ നമ്മളുടെ അടുത്ത് അതെ ആർക്കാണെങ്കിലും നമ്മൾ ചെയ്ത വർക്കിന് അപ്രീസിയേഷൻ അപ്ലോസ് കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സന്തോഷമാവും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഞാനിത് വന്ന ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അമേസിങ് എന്ന് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞ അതിലൊരു യു വിൽ ബിക്കം ലൈക്ക് സോ ഹാപ്പി അല്ലേ? പിന്നെ അയ്യോ അതൊരു കാരണം പിന്നെ ഇപ്പം നമ്മൾ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഡയറക്ടറെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓഡിയൻസിലേക്ക് വരുന്നതും ഓഡിയൻസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഡയറക്ടർക്ക് വേണ്ടതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം എൻ്റെ ഒരു വെരി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഉയരെ മിന്നല്ല ഉയരെ ഒരു ലിറിക് വീഡിയോ ആയിട്ട് ഇറങ്ങിയ സമയത്ത് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതെന്ത് പാട്ടാണ് ഇത്, എന്തോ ഒരു ഉയരേ എന്ത് പാട്ടാണ് ഇത്, ഒരു വർക്ക് ആവുന്നില്ലല്ലോ, ഇതാണോ ഷാൻ റഹ്മാൻ ഉണ്ടാക്കിയ പാട്ടെന്നൊക്കെ. ഞാൻ വർക്ക് ചെയ്തത് ബേസിക്ക് വേണ്ടിയിട്ടാണ്. ബേസി എനിക്ക് തന്ന സിറ്റുവേഷനും ആ വില്ലനും ആ വില്ലൻ്റെ പ്രേമവും അതാണ് ആ പടത്തിൻ്റെ ക്രക്സ്. അവിടെ നിന്നാണ് സകലതും മാറുന്നത്. അത്രയും കാര്യങ്ങൾ തലയിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പം ഈ ഇങ്ങനെ ഒരു ലിറിക് വീഡിയോ വന്നു കഴിഞ്ഞാൽ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആയിന്ന് വരില്ല, അത് സ്വാഭാവികം, നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ ആ പടത്തിൻ്റെ ഫ്ലോയിൽ ഈ സ്ഥലത്ത് ഉലകിതിനോടും പൊരുതിടും ഇനി ഞാൻ എന്ന് പറയുമ്പോൾ ഈ ആളുകളെ പൊക്കുന്നതും പിന്നെ മണ്ണടിയുന്ന ആൾ വരെ കൂടെ കാവലായി, അതൊക്കെ അപ്പോഴാണ് അയ്യോ ഇതും പറഞ്ഞിട്ട് ഈ കാണുന്ന കഥേനെ ലിഫ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ സോങ് എന്ന് പറയുന്നത്. അതിന്റെ റിലേഷൻ വെറുതെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അതെ അതെ അതെ. കാരണം ഇത് കഥ അറിയാവുന്നവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഓക്കെ. എനിക്ക് ഓർമ്മയുണ്ട് ബേസിയുടെ വൈഫ് ഉയരെ കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഫുൾ കരച്ചിൽ എലി അത് വിളിച്ചിട്ട് എന്തൊരു പാട്ടാ ചാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അടിപൊളി. അതൊക്കെയാണ് ഒരു പിന്നെ പിന്നെ പിന്നെ